അല്ലാഹു പോരെ അടിമക്ക് എന്നുള്ളതാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു പോരെ അടിമക്ക്. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ തന്നെ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യും. കറക്റ്റാണല്ലോ. ഏത് വിഷയത്തിൽ അള്ളാഹിനോട് ചോദിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിന് കഴിവില്ലാത്ത ഒരു വിഷയവും ഇല്ല ലോകത്ത്. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ യഥാർത്ഥ വിശ്വാസം. ഒരു തർക്കവും ഒരാൾക്കും അതിലില്ല. നിങ്ങൾക്കില്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കെ ചില ആളുകളൊക്കെ ഈ വിഷയത്തെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാത്ത മറ്റൊരു ലോകവും പാടില്ല എന്ന് ഈ ആയത്തിന് മനസ്സിലാക്കിയ ഈ അടുത്ത ചില ആളുകളൊക്കെ ഈ വഹാബി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്ന ഈ ബിദ്അത്തിന്റെ ആളുകളായ മൗലവിമാർ, അവരിതിനെക്കുറിച്ച് ശരിക്കും ഇദ്ദേഹത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിന് ആ വിഷയത്തിനെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങണല്ലേ ഉള്ളൂ. അവരത് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പേടിച്ച്, അള്ളാഹു അല്ലാത്തവരെ പേടിച്ചിട്ട് ഈ അടുത്തൊരാൾ പറഞ്ഞു, എത്രത്തോളം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല. ശരി, ഒരു ഡോക്ടറെ പോലും 2 തവണ ഒരേ ഡോക്ടറെ സമീപിക്കുമ്പോൾ പോലും അവിടെ പേടിക്കണമെന്ന് വരെ ഇവരുടെ വ്യാഖ്യാനം തൗഹീദിനെ പറഞ്ഞ് ഷിർക്കിനെ പേടിപ്പിച്ച് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രസംഗമുണ്ട്, നമുക്ക് കാണാം, അത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ അവർ പറയുന്നുണ്ട്, ഒരു ഡോക്ടറെ സമീപിച്ചു, എന്നിട്ട് അതേ ഡോക്ടർക്ക് കുഴപ്പമൊന്നുമില്ല, ഫലം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 2ാം തവണ അതേ ഡോക്ടർക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു അല്ലാത്ത ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടെന്നെങ്ങാനും തോന്നിപ്പോയാലോ റബ്ബേ, അവിടെ ഷിർക്ക് വരുമെന്നുള്ള പേടി കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ എങ്ങാനും നിങ്ങൾ 2ാം തവണ അതേ ഡോക്ടറെ സമീപിച്ചാൽ അവിടെ ഷിർക്ക് വന്നിരിക്കുന്നു എന്ന് ആ മൗലവി വിശദീകരിക്കുന്നിടത്തേക്കാണ് ഈ ഭീതിപ്പെടുത്തൽ എത്തിപ്പെട്ടത്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇതിന്റെ ഗൗരവം ഇവിടെ നിന്ന് മനസ്സിലാക്കുമ്പോൾ തിരിച്ചു മനസ്സിലാക്കുമ്പോൾ ഒക്കെയാണ്. അപ്പൊ ഈ മൗലവിക്ക് പാളിയിട്ടുണ്ടോ ഇല്ലേ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ആ വാക്ക് പാളിയിട്ടുണ്ടോ ഇല്ലേ? അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. ഡോക്ടറെ എത്ര തവണ സമീപിക്കുന്നതിന് ശിർക്ക് വന്നു പോകുന്നുള്ള ഭയപ്പാട് വേണ്ടതിന്റെ ഒരു സത്യവിശ്വാസിക്ക് അല്ല. അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്, ഭയങ്കര ചികിത്സാ സെറ്റപ്പ്. അങ്ങനെയില്ല, ഒരു ഡോക്ടറെ ചികിത്സ അതിന്റെ പര്യവസാനം വരെ ചികിത്സിക്കാം. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് തോന്നി, ഒരാൾക്ക് മനസ്സിൽ തോന്നി. അല്ല, ചികിത്സ ഭയങ്കര സംഭവമാണ്. 2 ദിവസം ചികിത്സിച്ചപ്പോഴും നല്ല, എന്റെ ജ്യേഷ്ഠന്റെവും മാറി, അനുജന്റെവും മാറി, അയൽവാസി പോയപ്പോഴും മാറിയപ്പോ ഒരു പ്രത്യേകത. നിങ്ങൾ ഒറ്റ മിനിറ്റ്, ഇതിനോട് ഈ വിഷയത്തിൽ ചിലപ്പോൾ ഒരു ധാരണ ആലോചിച്ചിട്ടോ. അപ്പൊ ആ ഡോക്ടറുടെ ഒരു പ്രത്യേക ഒരു ഇതുകൊണ്ട് വന്ന് ഇയാളെ മനസ്സിൽ, അയാൾ ഭയങ്കര ഉഷാറാണെന്ന് കാരണം മനസ്സിൽ തോന്നിയാൽ, അല്ല ഇത് നിങ്ങൾ ആ CD നിങ്ങൾ ഇത് കഴിഞ്ഞാൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൺലൈനിൽ ഇത് കേൾക്കുന്നവർ, ഈ ആശയത്തിൽ കുടുങ്ങിയ ആളുകൾ ഈ മൗലവിയുടെ ആശയത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ പറഞ്ഞത് ഓക്കെയാണ്, മാഷാ അല്ലാഹ്, കാര്യത്തെ പഠിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ മൗലവി ഈ ഡോക്ടർ ഒരാൾ പോയില്ല എന്ന് വിചാരിക്കാം. ഈ ഡോക്ടർ അടുത്തേക്ക് നേരത്തെ ചോദിച്ച ചോദ്യമായിരുന്നല്ലോ, ഒരാൾ പോയില്ല എന്ന് വിചാരിക്കും, അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിച്ചെന്നും വിചാരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ അള്ളാഹ്ക്ക് ആ അസുഖം മാറ്റാനുള്ള കഴിവുണ്ടോ? ശരിക്കും തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ പോലെ രോഗം വന്ന റബ്ബാണ് മനസ്സിലാക്കാനാണ്. അപ്പൊ അള്ളാഹുവിന് കഴിയും. ഒരാൾ പോയില്ല, നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സിമ്പിൾ. ഒരാൾ പോയില്ല, അവിടെ ഇരുന്നിട്ട് പടച്ചവനോട് ചോദിച്ചാൽ ഏതാണ് നല്ലത് നിങ്ങളുടെ അഭിപ്രായം? ചെറിയൊരു സാധ്യത അവിടെ ഉണ്ടല്ലോ. ഈ ഡോക്ടർ ഇങ്ങനെ ചികിത്സിക്കുക, മക്കാമിലും മക്ബറയിലൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ മഹാന്മാരാണ്, ഔലിയാക്കന്മാരാണ്. അവര് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട്, മുഅ്ജിസത്ത് കറാമത്ത് കഴിവ് കൊണ്ട് എന്ന് പറയുമ്പോൾ, പിന്നെ വലിയുല്ലാഹി എന്ന് പറയുമ്പോൾ, നബിയുല്ലാഹി എന്ന് പറയുമ്പോൾ, റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അവിടെ ലാസ്റ്റ് അള്ളാഹുവിന്റെ റസൂലാണല്ലോ, അള്ളാഹുവിന്റെ വലിയാണല്ലോ. അവിടെ പിന്നെ തർക്കത്തിനും ഇഷ്കാലിനൊന്നും സാധ്യതയില്ല. അതേസമയത്ത് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വിശ്വസിക്കാത്ത ഡോക്ടർമാർ വരെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോഴാണല്ലോ കൂടുതൽ മനസ്സിൽ തോന്നുന്നത്, ഇയാൾ കുഴപ്പമില്ലല്ലോ, അള്ളാഹ് എല്ലാത്തിനും മതി, അള്ളാഹുവിനോടെല്ലാം ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൂപ്പരാള് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ കുഴപ്പമില്ലാത്ത തോന്നാൻ സാധ്യത ഉള്ളത് കൊണ്ടൊരു ചോദ്യമാണ്. നേരത്തെ ചോദ്യത്തിന് മറുപടി കൂടി ഞാൻ ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നത്. അയാൾ അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങോട്ട് ദുആ ചെയ്തു,
ചില ആൾക്കാരൊക്കെ അങ്ങനെ പലയിടത്തും ദ്വാരന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഈ സിദ്ധന്മാരുടെ ഇതിൽ പെട്ടിട്ട് ഹോസ്പിറ്റലിൽ പോകാത്ത ഈ ആശയത്തിൽ വന്നാണത്, ഈ ആശയത്തിൽ നിന്ന് വന്നതാണത്. പക്ഷെ അതിനെ ആളുകൾ വേറെ രൂപത്തിലാണ് ന്യായീകരിക്കുന്നത്. ഇതിനൊക്കെ പരിഹസിക്കാൻ എവിടെ കൊണ്ടുവരും? ഇത് സുന്നികൾ എന്ന് പറഞ്ഞ് പരിഹസിക്കും. പക്ഷെ ഈ സിദ്ധന്മാരുടെ ഭാഗത്ത് നിന്ന് ചില പത്രവാർത്തകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ പോണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ റെഡി ആവുന്നുണ്ട്, ചില ആൾ മരിക്കൂലെന്ന് പറഞ്ഞ്. അള്ളാഹുവിന് എത്രയും ഹയാത്ത് കൊടുക്കാലോ. അപ്പൊ ഇവര് മനസ്സിലാക്കിയത് അതാണ്, ഡോക്ടറും ചികിത്സയും ഒന്നും നമ്മുടെ വിഷയമല്ല. കൂടുതൽ ജീവിക്കണമെങ്കിൽ അല്ല പോരെ, മതി. അപ്പൊ അദ്ദേഹത്തിന് മാനസികമായി എന്തോ ഒരു മാറ്റം വന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കുറെ അപകടങ്ങൾ. ഈ വക വൃത്തികേടുകൾ മുഴുവൻ ഈ മതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണമാണ് ഈ വികല ആശയം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഒറ്റ വാക്യം നിങ്ങൾ പറഞ്ഞാളി, ഏതാ നല്ലത് നിങ്ങൾ അഭിപ്രായം ഉള്ളും? തീർച്ചയായും ഞാൻ പറഞ്ഞത് അവന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്നുള്ളതാണ്. അതെ, അപ്പൊ പിന്നെ നല്ലത് അതെ അവിടെ ഒരു സംശയത്തിന് മകളുടെ സ്ഥലത്തേക്ക് പോണ്ട. അതുകൊണ്ട് തന്നെ മൗലവി പറഞ്ഞു ചികിത്സ വേണം. എല്ലാ രോഗത്തിനും മരുന്ന് അള്ളാഹു തആല നിശ്ചയിച്ചു. അള്ളാഹു പോരാഞ്ഞിട്ടല്ല, മതി. പക്ഷേ ഞാൻ നിങ്ങൾ വിശദീകരണത്തിന്റെ കൂടെ ഞങ്ങളെ കൂടെ ഉണ്ടിട്ടാ പ്രശ്നമൊന്നും ചേട്ടോ. നിങ്ങൾ കൂടുതൽ പദങ്ങൾ പറഞ്ഞ വിഷയത്തിൽ പോയിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കുന്നത്. ഈ കുല്ലി ദായിൻ ദവാ എന്നാണല്ലേ. അപ്പൊ അല്ല നേരത്തെ പറഞ്ഞത് അല്ല മതി എന്നാണല്ലോ. പിന്നെ എന്തിനാണ് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും എന്നല്ല നമ്മളെ ചോദ്യം. അപ്പൊ ഇവിടെ അള്ളാഹു അല്ലാത്ത ഒരാളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം നമ്മളൊരു പണി ചെയ്താലോ, അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് പോകലല്ല ചികിത്സിക്കൽ എന്ന് പറഞ്ഞാൽ. അതങ്ങനെ മനസ്സിലാക്കിയാലോ. അള്ളാഹു അല്ലാത്ത ഒരാളടുത്തേക്ക് പോവുകയാണ് ഡോക്ടർ അടുത്തേക്ക് പോകൽ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കണം? അല്ല. പിന്നെ അതെങ്ങനെ ഡോക്ടർ അടുത്തേക്ക് പോകൽ എങ്ങനെ അള്ളാന്റെ അടുത്തേക്ക് പോകലാവും? ഡോക്ടർ അടുത്തേക്ക് പോകൽ എങ്ങനെ അള്ളാന്റെ അടുത്തേക്ക് പോകലാവും? പഠിച്ചോനെ, അത് വലിയ വിറ്റാണല്ലോ. ഡോക്ടർ വേറെ അള്ളാഹു വേറെയാണ്. പക്ഷെ ശരിക്കും നമ്മൾ ഡോക്ടർ അടുത്തേക്ക് പോകുമ്പോൾ അള്ളാഹു ആണ് ചെയ്യുന്നത്. അള്ളാഹു ആണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആ ഡോക്ടർ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാഹു തന്നെയാണ് ഈ ഡോക്ടറിലൂടെ ചികിത്സിക്കുന്നത്, മാറ്റുന്നത് എന്നുള്ള വിശ്വാസമാണല്ലോ ഉള്ളത് അല്ലേ. അപ്പൊ സത്യത്തിൽ നമ്മൾ പോകുമ്പോൾ ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, കിട്ടണത് ആരിലൂടെ എന്നുള്ളതല്ല, ശരിക്കും അത് നൽകുന്നത് അള്ളാഹുവാണ് എന്നതാണ്. അള്ളാഹുവാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ അമ്പിയാക്കളിലൂടെ ഔലിയാക്കളിലൂടെ ഇങ്ങനെ സൃഷ്ടികൾക്ക് ഇടയിൽ ജീവിക്കുന്ന സൃഷ്ടികളിലൂടെയാണ് മറ്റു സൃഷ്ടികളെ സഹായത്തിന് അള്ളാഹു ആക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് ഖുർആൻ പറയുക പോലും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമായതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തടത്തേക്ക് പോവുകയാണ്, അള്ളാഹു അല്ലാത്തവരെ സമീപിക്കുകയാണ് എന്നുള്ള ആ ഭീതി പോകാനാണ് ഞാൻ ഈ ഡോക്ടറെ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത്. പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത എത്രത്തോളം യുക്തിവാദികളായ ഡോക്ടർമാരുണ്ട്, ശിർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അള്ളാഹു എന്നുള്ള കൺസെപ്റ്റ് അവർക്കില്ല. അവർ മനസ്സിലാക്കുന്നത് ഈ മരുന്ന് തന്നെ മാറ്റി എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനത്തെ സ്ഥലത്തേക്ക് പോലും ഒരു മുവഹ്ഹിദായ ഒരു മുഅ്മിനായ മനുഷ്യൻ പോയാൽ അങ്ങനെ പൊളിഞ്ഞു പോകണതല്ലല്ലോ ഈമാൻ. ശരിയല്ലേ? എന്താ പേര് പറഞ്ഞു? ഹാഷിം. ശരിയല്ലേ പറഞ്ഞു? ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ദിവ്യന്റെ അടുത്തേക്ക് പോകുന്നതും ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് രണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കണം. അള്ളാഹു പോരെ എന്ന് ചോദിച്ചാൽ അതും മതിയല്ലോ, ശരിക്കും മതിയല്ലോ, കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും അള്ളാഹു മതി. എന്നാ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലായിക്കോളി, അള്ളാഹ് മതി, അത് കറക്റ്റാ. ഡോക്ടർ വേറെ എന്ന് തോന്നുമ്പോഴാണ് പടച്ചോനെ ഡോക്ടറും വേണം എന്ന് തോന്നിയത്. അല്ല, ഡോക്ടറെ അള്ളാഹു പടച്ചതാണ്. ഡോക്ടർ മരുന്ന് തരുമ്പോൾ ഷിഫ അള്ളാഹു പടക്കുന്നതാണ്. ഖാലിഖ് കുല്ലി ഷൈ, അള്ളാഹു പടക്കുന്നതാണ് ഷിഫ. എല്ലാ വിഷയത്തിന്റെയും ഖൽഖ് അള്ളാഹുവിനാണ്. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഒരു ഡോക്ടറെ നമ്മൾ സമീപിക്കുമ്പോൾ ആ ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ പോകൽ
നമ്മൾ ചെയ്യുന്നു, ഡോക്ടർ ചികിത്സിക്കുന്നു. പക്ഷെ അവിടെ ഷിഫ അള്ളാഹു പടക്കുന്നു എന്നതുകൊണ്ട് അവിടെ ഒരു വിഷയമില്ലാത്തതുപോലെ അമ്പിയാക്കളിലും ഔലിയാക്കളിലും ഒക്കെ എവിടെയും എന്ത് സഹായം ലഭിക്കുമ്പോഴും ഖൽഖ് അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ ഒരു നിലക്കുമുള്ള പ്രശ്നവും വരുന്നില്ല, വരാൻ പാടില്ല. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു മാനസിക വിഷമം വന്ന് പടച്ചോനെ സംഗതി ഇങ്ങനെ അത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരെ തവസ്സുലാക്കുന്നതുമൊക്കെ പ്രശ്നമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തതിൽ നമ്മൾ അറിയാതെ ഇരുന്നു കൊടുത്തപ്പോഴാണ് നമ്മൾ സാധാ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് മൗലവിമാർക്ക് വരെ ഡോക്ടറെ അടുത്തിട്ട് സമീപിക്കുന്നത് പോലും തെറ്റാണെന്ന് വരെ പറയേണ്ടി വന്നത്. ഈ കൊറോണ സമയത്ത് ഒരു മൗലവി എന്തോ പറഞ്ഞല്ലോ, നമ്മൾ വാക്സിൻ എടുക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല, എന്താ പറഞ്ഞേ? ഇവരടുത്ത് വളർത്തുസ്ഥാന്ന് വെച്ചാൽ ഈ സംഗതി മുഴുവൻ ഫുൾ രേഖയും ഫുൾ സെറ്റും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിത് ധൈര്യമായിട്ട് പറയാം, ഉസ്താമാരെ എഴുതി പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അത് എന്ത് ചോദിച്ചാലും അതിന് CD ആണെങ്കിൽ അതിന്റെ ക്ലിപ്പ് കറക്റ്റ് ആയിരിക്കും. എല്ലാം അങ്ങനെ സജീവമായി രംഗത്ത് നിൽക്കുന്ന നമുക്കൊക്കെ വലിയ തണലാണ് ഉസ്താദുമാർ. അല്ലാഹു ദീർഘായുസ്സും കൊടുക്കട്ടെ. വാക്സിൻ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അതിന്റെ ശരിക്കാണ് ചിന്തിച്ചു പോയത്. വേണ്ടതുപോലെയാണ് ആലോചിച്ചപ്പോൾ വാക്സിൻ അല്ലാഹു അല്ലല്ലോ, ആ പ്രശ്നമായി. മൂപ്പരത് ശിർക്കാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു, അത് നമ്മൾ കേട്ടല്ലേ. അപ്പൊ ഈ ഒരു അന്ധവിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക, എന്നിട്ട് സമൂഹത്തിൽ സാധാരണ ഒരു സയൻസിനെതിരെ സംസാരിക്കുക, ഒരു ശാസ്ത്രീയ കണ്ടെത്തലുകളും ഇത്തരം വിഷയങ്ങൾക്കൊക്കെ എതിരെ പറഞ്ഞ് ഒരു തരം എന്താ പറയാ ഒരു വരണ്ട ഒരു ഉണ്ടയായി ഇതിനെ അവതരിപ്പിക്കുന്നിടത്ത് നവോത്ഥാനവാദികൾ വിജയിച്ചിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് നിങ്ങളൊക്കെ ഈ പറയുന്ന ചോദ്യകർത്താവ് അതിൽ പെട്ടതല്ല. കാരണം അദ്ദേഹം വ്യക്തമായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ പറയുന്നത് ഇത്തരം ആളുകൾ അറിയാതെ പെട്ടുപോയതാ. പേടിക്കണ്ട, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആ അർത്ഥത്തിൽ പേടിക്കുകയേ ചെയ്യരുത്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക, അവനെ മാത്രം സ്നേഹിക്കുക, അവന് മാത്രം എല്ലാം അർപ്പിക്കുക. അത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ദൃശ്യമാവട്ടെ അദൃശ്യമാവട്ടെ കാരണബന്ധങ്ങൾക്ക് അധീനമാവട്ടെ എല്ലാം അല്ലാഹുവിനാണ് എന്ന് വിശ്വസിക്കുകയും അല്ലാഹുവിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഉറച്ചൊരു ടീമുണ്ട്. ഇത് ഉറച്ച ടീമാണ് അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും. അവരെ വഴിയിൽ ഉറച്ചു നിൽക്കുക. ഈ വഴി തെറ്റിക്കഴിഞ്ഞാൽ ഡോക്ടറും ശിർക്കാവും, ഈ പറഞ്ഞ വാക്സിൻ ശിർക്കാവും, മൊത്തം കുളം തോണ്ടും, റൂട്ട് തന്നെ തെറ്റും. ആളുകൾ നമ്മളെ നോക്കി പരിഹസിക്കും. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോ തീവ്രവാദമൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാരങ്ങനെ ഹരം പിടിപ്പിച്ചിട്ട് നിലനിൽക്കേണ്ട ഗതികേടിലേക്ക് പോകും. ഇതെല്ലാം ഈ ഒരു വിഷയങ്ങൾ തെറ്റിദ്ധരിച്ചത് കൊണ്ട് ഉണ്ടായി തീർന്നാണെന്ന് മനസ്സിലാക്കുകയും ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണണം എന്നുകൂടി അറിയിച്ച് തുടർ ചോദ്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ്.